ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറൻസി കൺവെർട്ടബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് കറൻസി കൺവെർട്ടബിലിറ്റി, അതിൻ്റെ ടൈപ്സ് എന്തെല്ലാമാണ്, കൺവെർട്ടബിലിറ്റിയുടെ സിറ്റുവേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം കറൻസി കൺവെർട്ടബിലിറ്റി എന്താണെന്ന് നോക്കാം. സോ കറൻസി കൺവെർട്ടബിലിറ്റി ഈസ് ദ ഫ്രീഡം ടു കൺവേർട്ട് ഡൊമസ്റ്റിക് കറൻസി ഇൻറ്റു ഫോറിൻ കറൻസി. നമ്മുടെ കയ്യിലുള്ള കറൻസി ഫോറിൻ കറൻസി ആയിട്ട് മാറ്റാനുള്ള ആ ഒരു ഫ്രീഡത്തിനെയാണ് കറൻസി കൺവെർട്ടബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കറൻസി കൺവെർട്ടബിലിറ്റി ഉള്ളത്. ഒന്ന് കൺവെർട്ടബിൾ ഓൺ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആൻഡ് കറൻസി കൺവെർട്ടബിലിറ്റി ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. പിന്നെ അതുപോലെ തന്നെ വേറെ രീതിയിലും ഇതിന്റെ കൺവെർട്ടബിലിറ്റി വരാറുണ്ട്. ഫുൾ കൺവെർട്ടബിലിറ്റി ഉണ്ട്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും കറണ്ട് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും നോൺ റെസിഡൻസിനും റെസിഡൻസിനും ഒരുപോലെ ഫുൾ കൺവെർട്ടബിലിറ്റി, അവർക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഏത് തരത്തിലുള്ള അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും അവരുടെ കറൻസി മറ്റ് കറൻസി ആയിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. രണ്ടാമതൊരു ടൈപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് കൺവെർട്ടബിലിറ്റി ആണ്. അവിടെ റെസിഡൻസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നോൺ റെസിഡൻസിന് മാത്രം യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതുപോലെ കൊമേഴ്സ്യൽ ആണെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് മാത്രം റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൺവെർട്ടബിലിറ്റിനെ നമ്മൾ ലിമിറ്റഡ് കൺവെർട്ടബിലിറ്റി എന്ന് പറയുന്നു. ഇന്ത്യയിലുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. നമുക്ക് എത്ര കറൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് വഴിയെ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്നുള്ളത് എന്താണെന്നുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രീഡം ടു കൺവേർട്ട് local financial asset into foreign financial asset and vice versa at market determined exchange rates without any sort of intermediation and regulation. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ അസറ്റിനെ ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റിനെ ലോക്കൽ ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടോ മാർക്കറ്റ് റേറ്റിൽ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഫ്രീഡത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഫുൾ കൺവെർട്ടബിലിറ്റി എന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റഡ് കൺവെർട്ടബിലിറ്റി എന്നും പറയും. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ശരിക്കും ഏതെല്ലാമാണ് വരിക? ഒന്ന് FDI വരാം, FPI വരാം, എക്സ്റ്റേണൽ അസിസ്റ്റൻസ് വരാം, കൊമേഴ്സ്യൽ ബോറോയിങ്സ് വരാം, കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വരാം, FCNR ഡെപ്പോസിറ്റ്സ്, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ റുപ്പി ഡെറ്റ് സർവീസ് വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരാം, വേറെ ഏതെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് വരാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പരിധിയിലാണ് വരും. അപ്പോൾ ഫുൾ കൺവെർട്ടബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെസിഡൻസിനോ നോൺ റെസിഡൻസിനോ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് കുറച്ചും കൂടി ഡീപ്പൻ ചെയ്യുക, അത് മറ്റു രാജ്യങ്ങളിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഗ്ലോബൽ സേവിങ്സിൽ നമുക്കൊരു ആക്സസ് കിട്ടുക. വി നീഡ് ടു ഗെറ്റ് ആൻ ആക്സസ് ടു ഗ്ലോബൽ സേവിങ്. അപ്പോൾ പുറമേ നിന്ന് നമുക്ക് ഫണ്ടിങ് ഒത്തിരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബെനിഫിഷ്യൽ ഫോർ അസ്. മൂന്നാമത്തെ കാര്യം, ഡൊമസ്റ്റിക് പോളിസി മേക്കേഴ്സിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. കാരണം നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നാലാമത്തെ കാര്യം, ഇൻഡിവിജ്വൽസിന് ഫ്രീഡം കൊടുക്കുക. ആ ഒരു കാര്യം കൂടി ഉണ്ട്. അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഫിനാൻഷ്യൽ അസറ്റ് കൺവെർട്ടബിലിറ്റിക്ക് ഫ്രീഡം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫുൾ കൺവെർട്ടബിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ FDI ചില ലിമിറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ ഫുൾ കൺവെർട്ടബിലിറ്റി ഉണ്ട്. അതുപോലെ FPI ഫുൾ കൺവെർട്ടബിലിറ്റി ആണ്. പുറമേ നിന്ന് ക്യാപിറ്റൽ നമുക്ക് മൊബിലൈസ് ചെയ്യാം. അതായത് ഇന്ത്യൻ റെസിഡൻസിന് ഫോറിൻ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാം ത്രൂ ECBs ആൻഡ് DRs, ആൻഡ് ഇന്ത്യൻസ് ക്യാൻ ഇൻവെസ്റ്റ് ഔട്ട്സൈഡ്. പുറമെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പുറമെയുള്ള ആൾക്കാർക്ക് ഇന്ത്യ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാം ത്രൂ IDR, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റിസർവ്.
നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ് കേട്ടോ, മൊഡ്യൂൾ 5. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്? പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി മറ്റ് ഫോറിൻ എക്കോണമി ആയിട്ട് ഈസിലി ഇന്റഗ്രേറ്റ് ചെയ്യും. അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം, വി ഗെറ്റ് ആക്സസ് ടു ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. പുറമേ നിന്നുള്ള ഫണ്ടിങ് ഒത്തിരി നമുക്ക് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഫണ്ടിങ് ഒത്തിരി വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉള്ളത് നമുക്കിവിടെ ഫണ്ട് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ്. പുറമേ നിന്ന് ഇഷ്ടം പോലെ ഫണ്ട്സ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത്. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ വി ക്യാൻ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ദർ. പിന്നെ ഫ്രീ ക്യാപിറ്റൽ മൂവ്മെന്റ് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി.